നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തികച്ചും ശരാർത്ഥത്തിൽ അനാഥനായ ആ ഒരു 6-5 വയസ്സിനുള്ളിൽ നടന്ന ചില സംഭവങ്ങളുണ്ട്. അഥവാ അവിടുത്തേക്ക് മുലയൂട്ടിയ ഉമ്മമാരുണ്ട്. അവരിൽ പ്രസിദ്ധയായ ഉമ്മയാണ് സുവൈബത്തുൽ അസ്ലമിയ്യ. സുവൈബത്തുൽ അസ്ലമിയ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മുലയൂട്ടിയ അറബികൾക്ക് പണ്ടൊരു പാരമ്പര്യമുണ്ട്. പ്രസവിച്ചു കഴിഞ്ഞാൽ കുട്ടികളെ മുലയൂട്ടാൻ നല്ല രൂപത്തിലുള്ള ബുദ്ധിശക്തിയും തന്റെ ഇടവും ഒക്കെയുള്ള കുട്ടികളായി തീരാൻ വേണ്ടി പല വിധത്തിലുള്ള ഉമ്മമാരുടെ, നല്ല പേരുകേട്ട ഉമ്മമാരുടെ സമീപത്തേക്ക് മുലയൂട്ടാൻ വേണ്ടി കുട്ടികളെ വിട്ടുകൊടുക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മുലയൂട്ടിയ പ്രധാനപ്പെട്ട 2 ഉമ്മമാരുണ്ട്. ഒന്ന് സുവൈബത്തുൽ അസ്ലമിയ്യ, മറ്റൊന്ന് ഹലീമത്തുസ് സഅദിയ്യ. ഈ ഹലീമത്തുസ് സഅദിയ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മുലയൂട്ടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു അത്ഭുത സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ 4ാമത്തെ വയസ്സിലാണ്. അത്ഭുതകരമായ ഒരു ശസ്ത്രക്രിയ, ഒരു ഓപ്പറേഷന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിധേയനായി. 4 വയസ്സാകുന്നേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത്, അതേ അവിടുത്തെ ചെറുപ്പത്തിൽ നടന്ന സംഭവം അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള റിപ്പോർട്ടിൽ കാണാം. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയമായും അല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ അതാഹു ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകനെ സമീപിച്ചു. വഹുവ യൽഅബു മഅൽ ഗിൽമാൻ, കുട്ടികളുടെ കൂടെ അവിടുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന കളിപ്രായമായി അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വഹീഹ് മുസ്ലിമിലുള്ള സംഭവമാണ് പറയുന്നത്. ഫഅഖദഹു, കുട്ടിയെ പിടിച്ചു. ഫസറഅഹു, അവിടെ കിടത്തി. ഫശഖ അൻ ഖൽബിഹി, ഹൃദയം നെഞ്ച് കീറി. ഫസ്തഖറജൽ ഖൽബ, ഹൃദയം പുറത്തേക്ക് എടുത്തു. ഫസ്തഖറജ മിൻഹു അലഖ, എന്നിട്ട് അതിൽ നിന്നൊരു കഷ്ണം, ഒരു മാംസപിണ്ഡം, ഒരു കഷ്ണം അതിൽ നിന്ന് എടുത്തു പുറത്തേക്ക് എറിഞ്ഞു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, ഹാദാ ഹദ്ദു ശൈത്താനി മിൻക, ഇത് താങ്കളിലുള്ള ശൈത്താന്റെ വിഹിതമാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യനുള്ള ശൈത്താനിയത്തിന്റെ മുഴുവൻ രൂപങ്ങളും പ്രവാചകനിൽ നിന്ന് നേരത്തെ നീക്കം ചെയ്ത് ശുദ്ധീകരിച്ചു എന്നർത്ഥം. ഇൻഷാ അല്ലാഹ് നമുക്ക് അവിടുത്തെ നിർമ്മലമായ ജീവിതം, നുബുവത്തിന്റെ മുമ്പുമുള്ള നിർമ്മലമായ അവിടുത്തെ പവിത്രമായ ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും. സുമ്മ ഗസലഹു, പിന്നീട് ഹൃദയത്തെ ജിബ്രീൽ അലൈഹിസ്സലാം കഴുകി. ഫീ തസ്തിൻ മിൻ ദഹബിൻ ബിമാഇ സംസം, സംസം വെള്ളം കൊണ്ട്, സ്വർണ്ണ തളികയിൽ നിറച്ച സംസം വെള്ളം കൊണ്ട് ആ ഹൃദയത്തെ കഴുകി ക്ലീനാക്കി ശുദ്ധീകരിച്ചു. സുമ്മ ലഅമഹു, പിന്നീട് ആ മുറിവ് കൂട്ടി. സുമ്മ ആദഹു ഫീ മകാനിഹി, അത് കൂട്ടിയിട്ട് അതിന്റെ സ്ഥാനത്തേക്ക് വെച്ചു. എല്ലാം ക്ലിയറായി പഴയതുപോലെ ആക്കി മാറ്റി. അങ്ങനെ വജാഅൽ ഗിൽമാനു യസ്ഊന ഇലാ ഉമ്മിഹി, ഇത് കണ്ടു നിൽക്കുന്ന കുട്ടികൾ പേടിച്ച് അന്നത്തെ പോറ്റുമ്മയായ ഹലീമത്തുസ് സഅദിയയുടെ അടുത്തേക്ക് ഓടിച്ചെന്നുകൊണ്ട് പറഞ്ഞു, ഇന്ന മുഹമ്മദൻ ഖദ് ഖുതിൽ, മുഹമ്മദ് കൊല്ലപ്പെട്ടിരിക്കുന്നു, മുഹമ്മദിനെ കൊന്നിരിക്കുന്നു എന്നവർ പറയാൻ തുടങ്ങി. ഫസ്തഖ്ബലൂഹു, അവരെല്ലാവരും ഓടി വന്നു നോക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഒരു പ്രത്യേകമായ ഒരു അവസ്ഥയിൽ കിടക്കുന്നു. അങ്ങനെ അനസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി സ്വഹീഹ് മുസ്ലിമിൽ കാണാം. അവിടുത്തെ ആ ഓപ്പറേഷൻ നടന്ന അടയാളം, അവിടുത്തെ നെഞ്ചിൽ അതിന്റെ ഒരടയാളം ഞാൻ കണ്ടിട്ടുണ്ട് എന്ന്. ഇമാം മുസ്ലിമിന്റെ സ്വഹീഹ് മുസ്ലിമിൽ 431-ാമത്തെ നമ്പറാണെന്നാണ് എന്റെ ഓർമ്മ. ആ ഹദീസിൽ നമുക്ക് ഈ സംഭവം രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. അവിടുത്തെ ജീവിതത്തിൽ നടന്ന അത്ഭുതകരമായ ഒരു സംഭവമായിരുന്നു ഇത്. ചെറിയ കുട്ടിയായിരിക്കുന്ന കാലത്താണ്. അപ്പോഴേ ശുദ്ധീകരണ പ്രക്രിയ നടത്തി തികച്ചും ഒരു പ്രത്യേകമായ ഒരു സുരക്ഷിതത്വവും പ്രത്യേകമായ ഒരു കാവലിലുമാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വളർന്നു വരുന്നത്.